രുദ്രാംഗന മാന്ത്രിക നോവൽ തുടർച്ച അധ്യായം 2. എന്തെങ്കിലും ഒരു ശബ്ദം, ഒരനക്കം, അതുമല്ലെങ്കിൽ ഒരു നുറുങ്ങുവെട്ടം. ഒന്നും സംഭവിച്ചില്ല. ഏതാനും സമയത്തിനു മുൻപ് കഴിഞ്ഞുപോയ കാര്യങ്ങൾ അയാളെ ഏറെക്കുറെ അസ്വസ്ഥനാക്കി. അനേകം സംശയങ്ങൾ ഉടലെടുത്തു. ആരായിരിക്കും താൻ കണ്ട രൂപം? യഥാർത്ഥത്തിൽ ആരെങ്കിലും കണ്ടോ? അതോ എല്ലാം വെറും തോന്നലായിരുന്നുവോ? എന്തിനാണ് അതിവിടെ വന്നത്? അതും തൻ്റെ മുന്നിൽ വരാൻ എന്താണ് കാരണം? പിന്നീട് എന്താണത് മാഞ്ഞുപോയത്? ഒരു ചോദ്യത്തിന് പോലും വിഷ്ണുദത്തിന് ഉത്തരം കിട്ടിയില്ല. വേലി പറഞ്ഞ കാര്യങ്ങളും ഈ സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കുമോ? വെറും സംശയം മാത്രമാണെന്ന് കരുതാൻ കഴിയുന്നില്ല. എങ്കിൽ വേലു പറഞ്ഞതുപോലെ ആ രൂപം ഒരു യക്ഷിയായിരുന്നില്ലേ? ആയിരിക്കണം. എങ്കിൽ തന്നെ ഉപദ്രവിക്കേണ്ടതല്ലേ? അങ്ങനെ സംഭവിച്ചില്ലല്ലോ. ആരെങ്കിലും ഉപദ്രവിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ആ രൂപത്തിന് സ്പർശനശക്തി ഉണ്ടാവേണ്ടതാണ്. എന്നാൽ തൊടാൻ ശ്രമിച്ചിട്ട് കഴിഞ്ഞില്ലല്ലോ. പക്ഷേ അതിന് തന്നെ സ്പർശിക്കാൻ കഴിഞ്ഞല്ലോ. ഒരത്ഭുതമായി തന്നെ തോന്നുന്നു എന്ന് കഴിഞ്ഞ സംഭവങ്ങൾ ഓർമ്മിപ്പിച്ചു. അപ്പോഴാണ് ടോർച്ചിൻ്റെ കാര്യം ഓർമ്മിച്ചത്. എടുത്ത് തെളിച്ചു നോക്കിയപ്പോൾ വിഷ്ണുദത്തനെ അമ്പരിപ്പിച്ചുകൊണ്ട് അത് പ്രകാശിച്ചു. അതിൻ്റെ ധവളരശ്മികൾ അയാളുടെ ചിന്താമണ്ഡലത്തെ തപിപ്പിച്ചു. ഒരു ശത്രുവിനെ എന്ന പോലെ ടോർച്ചിനെ കണ്ടു. വിശദമായി പരിശോധിച്ചിട്ട് ടോർച്ചിന് യാതൊരു കുഴപ്പവും കണ്ടെത്താനായില്ല. പിന്നെന്തുകൊണ്ടാണ് അത് പലപ്പോഴും പ്രകാശിക്കാതിരുന്നത് എന്നത് വിഷ്ണുദത്തൻ്റെ ധാരണകൾക്ക് അതീതമായിരുന്നു. യക്ഷി എന്നത് വെറും കൺകെട്ട് വിദ്യയായിരുന്നു എന്ന് സമാധാനിച്ചാൽ ടോർച്ചിൻ്റെ കാര്യം എന്താണെന്ന് കരുതാം. അത് തൻ്റെ കൈവശം ഇരുന്ന ഉപകരണം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുമായിരുന്നത്. ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നു. പക്ഷേ ആ നേരത്ത് ഈ ടോർച്ചിന് എന്താണ് സംഭവിച്ചത്? ഉത്തരം കിട്ടാൻ ഏറെ ബുദ്ധിമുട്ടുന്നു. ചിലപ്പോൾ അത് പ്രവർത്തിക്കാതിരുന്നതിന് കാരണം താൻ തന്നെയായിരിക്കുമോ? ആ സമയത്ത് വെപ്രാളത്തിൽ സ്വിച്ച് അമർത്തിയത് തെറ്റായിരുന്നിരിക്കുമോ? അതാവാനേ തരമുള്ളൂ. അങ്ങനെ ചിന്തിച്ചെങ്കിലും പൂർണ്ണമായും ഉൾക്കൊള്ളാൻ മനസ്സനുവദിക്കുന്നില്ല. തനിക്കിനിയും അറിയാത്തതായി ഏറെയധികം രഹസ്യങ്ങൾ ഈ ചുറ്റുവട്ടത്തിൽ ഉണ്ടായിരിക്കാം. പ്രപഞ്ചം തന്നെ സങ്കീർണതകളുടെ കലവറയല്ലേ? തനിക്കതിൽ എന്തുമാത്രം അറിവുണ്ട്? ഈ മനയിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവണം. ഏറെ ദുരൂഹതകൾ നിറഞ്ഞ സംഭവങ്ങളായിരുന്നല്ലോ ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ അരങ്ങേറിയത്. കഥകളിൽ വായിച്ചിട്ടുള്ളതുപോലെ പാതിരാത്രിയിൽ ഒരു സ്ത്രീരൂപം കടന്നു വരുന്നു, തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു, പിന്നെ മായ പോലെ മാഞ്ഞു പോകുന്നു. വേലു പറഞ്ഞതുപോലെ വന്നത് യക്ഷിയായിരിക്കുമോ? അതോ യക്ഷി ഒരു മനുഷ്യ സ്ത്രീ ആയിരിക്കുമോ? ആണെന്നോ അല്ലെന്നോ വിഷ്ണുവിന് സ്ഥിരീകരിക്കാനായില്ല. തനിക്ക് എന്തൊക്കെയോ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഭാവനാ ലോകത്തിലൂടെ ഏറെ ദൂരം സഞ്ചരിക്കുന്നു. അതിനെല്ലാം യാഥാർത്ഥ്യത്തിൻ്റെ നിറം നൽകി പെരുപ്പിച്ച് വലുതാക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. തൻ്റെ അറിവുകൾക്കും അപ്പുറമാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് വിഷ്ണുവിന് തോന്നി. എല്ലാം വെറും ധാരണകളായിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം താൻ കണ്ടതും സംഭവിച്ചതും അനുഭവിച്ചതുമെല്ലാം സത്യമല്ലായിരുന്നു എന്ന് കരുതുന്നതെങ്ങനെ? ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ ഉഴറുന്ന മനസ്സുമായി വിഷ്ണുദത്തൻ നിദ്രയുടെ താരാട്ടിന് കാതോർത്ത് കിടന്നു. യാമിനികളിൽ നിന്നും പൊഴിഞ്ഞു വീണ നിർജീവ ശൽഖങ്ങളുടെ മർമ്മരങ്ങളിലൂടെ ഏതോ ഒരിടവേളയിൽ അയാൾ മയക്കത്തിലേക്ക് വഴുതി വീണു. വേലു വന്ന് വിളിച്ചതുകൊണ്ടാണ് വിഷ്ണുദത്തൻ ഉണർന്നത്. നേരം ഏറെ പുലർന്നിരിക്കുന്നു. താൻ വളരെയധികം ഉറങ്ങിയെന്ന് അയാൾക്ക് തോന്നി. മേലുവിൻ്റെ മുഖത്ത് എന്തോ അന്വേഷിക്കുന്ന ഭാവമുണ്ടായിരുന്നു. മുഖം ചുളിച്ചുള്ള അയാളുടെ നോട്ടം അത് വ്യക്തമാക്കിയിരുന്നു. ഒന്നും വേലുവിനോട് വെളിപ്പെടുത്താൻ തോന്നിയില്ല. മാത്രമല്ല, കഴിഞ്ഞ സംഭവങ്ങൾ അറിയിക്കുന്നതിൽ അപാകതയുള്ളതുപോലെ തോന്നി. ഇതിൻ്റെ എല്ലാം നിജസ്ഥിതി അറിഞ്ഞതിന് ശേഷം മറ്റുള്ളവരെ അറിയിക്കുന്നതാണ് നല്ലത്. അല്ല എങ്കിൽ ഇതിൻ്റെ എല്ലാം വിശദീകരണങ്ങൾ താൻ തന്നെ നൽകേണ്ടതായി വരും. ആയതിനാൽ തൽക്കാലം മൗനമാണ് ഉചിതം. കിണറ്റിൽ നിന്നും വെള്ളമെടുക്കുന്നതിന് വേലു സഹായിച്ചതിനാൽ പ്രഭാതകർമ്മങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. തണുത്ത ജലത്തിൽ നന്നായി കുളിച്ചെത്തിയപ്പോഴേക്കും വേലു ചായ തയ്യാറാക്കിയിരുന്നു. നല്ല ഔഷധ ഗുണമുള്ള ജലമായിരുന്നു കിണറ്റിലേതെന്ന് തോന്നി. കുളിച്ചതോടെ എല്ലാ ക്ഷീണവും അകന്ന് നല്ല ഉന്മേഷം കൈവന്നിരുന്നു. ചെറിയ ചവർപ്പോടെ വെറും ചായ മുത്തി കുടിക്കുമ്പോൾ വേലു അറിയിച്ചു, നാളെ ഞാൻ പാല് കൊണ്ടുവരാം. കൗസുവിൻ്റെ അവിടെ പാല് കച്ചവടമുണ്ടേ. നാളെ മുതൽ നാഴിപ്പാൽ ഏൽപ്പിക്കാം. വേണ്ടെന്ന് പറഞ്ഞില്ല. വേലുവിൻ്റെ ആഗ്രഹമല്ലേ? പാൽച്ചായ കുടിക്കുന്നതാണ് തനിക്കും ഇഷ്ടം. എന്നാലും എൻ്റെ സാറേ, ഞാനിന്നലെ ഒരുപോലെ കണ്ണടച്ചില്ല. എന്താണ് വേലു പറഞ്ഞു വരുന്നതെന്നറിയാൻ അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. വേലു സങ്കടത്തോടെ തുറന്നു.
രാത്രി മുഴുവൻ സാറ് ഈ മനയിൽ ഒറ്റക്കായിരുന്നല്ലോ. രാവിലെ വന്ന് സാറിനെ കണ്ടപ്പോഴാണ് സമാധാനിച്ച്. പാവം മനുഷ്യൻ അപരിചിതനായ ഒരാൾക്കു വേണ്ടി മനോവിഷമം അനുഭവിക്കുന്നു. സ്വന്തം കാര്യങ്ങളെക്കാൾ കൂടുതലായി അന്യരുടെ പ്രശ്നങ്ങൾ വലുതായി കാണുന്നവരുണ്ടോ? ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കത പൂർണ്ണമായും ഉൾക്കൊണ്ട നിസ്വാർത്ഥനായ മനുഷ്യൻ. ഇന്നലെ രാത്രിയിൽ കുഴപ്പം വല്ലതും ഉണ്ടായോ സാറേ? വല്ല യക്ഷിയെയോ പിശാചിനെയോ വല്ലതും കണ്ടോ? പെടുന്നതിനെയുള്ള വേലുവിൻ്റെ ചോദ്യം തൊല്ല് അമ്പരപ്പിക്കാതിരുന്നില്ല. എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് ഒരു നിമിഷം ചിന്തിച്ചു. ഇന്നലെ രാത്രിയിൽ എന്തെങ്കിലും അനർത്ഥങ്ങൾ നടന്നിരിക്കും എന്ന് തന്നെയാണ് അയാളുടെ വിശ്വാസം. അയാൾ അങ്ങനെ കരുതണമെങ്കിൽ അത്തരത്തിൽ ഏതോ ഒരനുഭവം ഉണ്ടായിരിക്കണം. അതായിരിക്കും വേലു ഇങ്ങനെ ചോദിക്കാൻ കാരണം. വേലുവിൻ്റെ അനുഭവം എന്താണെന്ന ആഗ്രഹത്തോടെ അയാളുടെ ചോദ്യത്തിന് മറുപടി എന്നോണം പറഞ്ഞു. പ്രശ്നമൊന്നും ഉണ്ടായില്ല, എങ്കിലും വലിയൊരു വിശേഷമുണ്ടായി. ഇത്രയും ശാന്തമായി സുഖമായി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രിയിലെ ഉറക്കം അത്രയ്ക്ക് സ്വസ്ഥതയോടെയായിരുന്നു. പറഞ്ഞതിൻ്റെ പൊരുൾ അയാൾക്ക് പൂർണ്ണമായും ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നിയില്ല. കൂടുതൽ വിശദീകരണം നൽകാൻ വേലുവിൻ്റെ മൗനം അനുവദിച്ചില്ല. ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷവും വേലു നിസ്സംഗഭാവം തുടർന്നതിനാൽ ചോദിച്ചു. ഇങ്ങനെ ചോദിക്കാൻ വേലുവിന് എന്തെങ്കിലും കാരണമുണ്ടായിരുന്നോ? അത്തരത്തിൽ എന്തേലും ഈ മനയിലുള്ളതായി വേലുവിന് അറിയാമോ? അയാളുടെ മുഖത്ത് ദർശിച്ച മാനസിക സംഘടനം എന്തോ അയാളെ പറയാൻ ശ്രമിക്കുന്നത് പോലെ തോന്നിച്ചു. അയാളുടെ ചിന്തയ്ക്ക് തടസ്സം നിൽക്കണ്ടെന്ന് കരുതി വിഷ്ണു തൻ്റെ വിചാരധാരകളുടെ സ്വസ്ഥഗമനത്തിന് അനുമതി നൽകി കുറച്ചു സമയം സഞ്ചരിച്ചു. തൻ്റെ ചിന്താഗതികൾ ശരിയാവാനേ തരമുള്ളൂ. ഈ മനയിൽ ഏതോ നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ നാട്ടിൽ വേലുവിനെ പോലെ പലർക്കും അതിനെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരിക്കണം. ഈ വിവരങ്ങളെല്ലാം ഉടൻ തന്നെ ശേഖരിക്കണം. വേലുവിൻ്റെ നെറ്റിയിലെ ചുളിവുകൾ ശ്രദ്ധിക്കെ അയാൾ പറഞ്ഞു. സാറ് വിശ്വസിക്കോ ഇല്ലയെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെങ്കിൽ ഇവിടെ രാത്രിയിൽ യക്ഷിയുടെ ശല്യമുണ്ട്. ദീർഘമായി ഒന്ന് നിശ്വസിച്ച് വേലു തുറന്നു. ഒരു ദിവസം നീലിപ്പലയുടെ ക്ലാത്തൻ പയ്യൻ വെളറിച്ചത്ത് കിടന്നത് ഈ നടയില. ഞാനും കണ്ടതാ. ആ ദൃശ്യം ഓർമ്മയിൽ വന്നതിനാലാവണം വേലുവിൻ്റെ മുഖം അല്പനേരത്തേക്ക് വിളറി. അതുകൊണ്ട് സാറ് ശരിക്കും സൂക്ഷിക്കണം. വേലുവിൻ്റെ ശബ്ദത്തിന് മുന്നറിയിപ്പിൻ്റെ ധ്വനിയുണ്ടായിരുന്നു. താൻ ഉദ്ദേശിച്ച പോലെ ഇവിടെ എന്തോ ഉണ്ട്. അത് യക്ഷിയോ മറ്റെന്തെങ്കിലും ആവാം. മറ്റുള്ളവർക്കെല്ലാം ഭയമുളവാക്കുന്ന വാർത്തയായിരുന്നു അതെങ്കിലും തനിക്കൊന്നും തോന്നിയില്ല. ഏതിൻ്റെയും അവസാനം മരണമായിരിക്കുമല്ലോ. അതിൽ കൂടുതലായി ഒന്നും വരാനില്ലല്ലോ. കാവിൽപ്പുറയുടെ മുറ്റം വൃത്തിയാക്കിക്കൊണ്ടിരുന്ന വേലുവിനെ ഒരു നിമിഷം ശ്രദ്ധിച്ചു. എന്തായിരിക്കും ഇയാളുടെ ഭാവം? ഇവിടെ തന്നെ തൻ്റെ കൂടെ എന്നും നിൽക്കാനാണോ ഉദ്ദേശിക്കുന്നത്? വേലുവിന് സ്വന്തക്കാരായ ആരുമില്ല എന്ന് ഇന്നലെ പറഞ്ഞതോർക്കുന്നു. ഇയാൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലായിരിക്കും എന്ന് പ്രവൃത്തിയിൽ നിന്നും ഊഹിക്കാം. തൻ്റെ കൂടെ നിൽക്കാനാണ് ഭാവമെങ്കിൽ സംഗതി കുഴഞ്ഞത് തന്നെയെന്ന് വിഷ്ണുദത്തിന് തോന്നി. ചാഞ്ഞിരിക്കുന്നതിനെ കുറുക്കിന് കടിച്ചു തൂങ്ങുന്നു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇത് അതുപോലെ തന്നെയാകും. തനിക്ക് തന്നെ ഏറെ ബുദ്ധിമുട്ടിയേ ഇവിടെ കഴിയാനാകൂ. ഈ 6 മാസത്തെ വരുമാനത്തെ ആശ്രയിച്ച് ഏറെ കണക്കുകൂട്ടലുകളുണ്ട്, ചില സ്വപ്നങ്ങളുണ്ട്. വീണ്ടും എക്സ്ചേഞ്ചിൽ നിന്നും ഈ ജോലി നീട്ടിക്കിട്ടുമോ എന്നറിയില്ല. സാധാരണ സർക്കാർ ജോലി അല്ലാത്തതിനാൽ സ്ഥിരം വരുമാനമില്ലല്ലോ. താൽക്കാലിക നിയമനത്തിന് എന്തായുസാണുള്ളത്? പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങൾ ഒന്ന് ഇണങ്ങുന്നത് വരെ തനിക്ക് വേലുവിൻ്റെ സഹായം ആവശ്യമാണെന്ന് തോന്നി. മറ്റു സാധ്യതകൾ ഒന്നും ഇല്ലാത്തതിനാൽ തന്നാൽ കഴിയുന്ന എന്തെങ്കിലും അയാൾക്ക് ചെയ്താൽ മതിയെന്ന് തീരുമാനിച്ചു. ഇതിനകം തന്നെ വേലു ഭക്ഷണം പാചകം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു. വീണ്ടും വേലുവിൻ്റെ വാക്ക് മനസ്സിൽ ഓടിയെത്തി. സാറ് സൂക്ഷിക്കണം. ഇതിലൂടെ അയാൾ എന്താണ് അർത്ഥമാക്കുന്നത്? തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നാണോ? ഏതായാലും ഇതുവരെ എത്തിപ്പെട്ടു. ഇനി അങ്ങോട്ട് എവിടെ വരെ എത്താമെന്ന് നോക്കാം. വേലു ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. സമയം കളയാൻ മറ്റു മാർഗമൊന്നും കാണാത്തതിനാൽ വെറുതെ മനയുടെ മുന്നിലൂടെ നടന്നു. മനയ്ക്കകത്തെല്ലാം ഒന്ന് കയറി നോക്കണമെന്ന് തോന്നിയത് അപ്പോഴാണ്. കാവൽപ്പുരയ്ക്കകത്തു നിന്നും താക്കോൽ കൂട്ടമെടുത്ത് മനയുടെ പടിപ്പുരയിൽ നിന്നും അകത്തേക്ക് നടന്നു. പഴമയുടെ ഗന്ധം പടർന്നു കിടന്ന തിരുമുറ്റത്ത് കൂടി മുന്നോട്ട് നടക്കുമ്പോൾ വല്ലാത്തൊരനുഭൂതി തോന്നി. മനസ്സിൽ ഇതിനകം കയറിയിട്ടിരുന്ന മനയുടെ രേഖാചിത്രങ്ങൾ കൂടുതൽ മികവോടെ തെളിഞ്ഞു നിന്നു. എന്നാൽ വിഷ്ണുദത്തിൻ്റെ എല്ലാ ധാരണകളും സങ്കല്പങ്ങളും അപ്പാടെ തകർന്നു വീഴുന്ന നിമിഷങ്ങൾ അയാളെ കാത്തിരിക്കുകയായിരുന്നു എന്നറിഞ്ഞിരുന്നില്ല. അധ്യായം 3. ഉമ്മറപ്പടിയിൽ നിന്നും കയറുന്നത് വിശാലമായ ഒരു തറത്തിലേക്കാണ്.
രാജപദവിക്കനുസരിച്ച് ഗാംഭീര്യം അവിടുത്തെ സംവിധാനങ്ങൾക്ക് കാണാമായിരുന്നു. ചങ്ങലയിൽ തൂക്കിയിട്ടിരിക്കുന്ന 7 തിരിയിടാവുന്ന വിളക്ക്, 3 വശവും കരിങ്കൽ പീഠങ്ങൾ, ഒരു വശത്ത് ചാരുകളുള്ള തൂക്കുമഞ്ചം. ചങ്ങലയ്ക്ക് തുരുമ്പെടുത്ത് തുടങ്ങിയതെന്നൊഴിച്ചാൽ ആട്ടുകട്ടിൽ പുതിയതുപോലെ തന്നെയായിരുന്നു. ഈ മഞ്ചത്തിലിരുന്നായിരിക്കണം പൊന്നുതമ്പുരാൻ കരപ്രമാണിയാരുമായി ചർച്ച നടത്തിയിരുന്നത്. തളത്തിൽ നിന്നും ഇടതുവശത്തേക്ക് വലതുവശത്തേക്കും നീണ്ട വരാന്തകളുണ്ട്. ഒരു നിമിഷം തളത്തിൽ തന്നെ നിന്ന് ശ്രദ്ധിച്ച് ഏതു വശത്തേക്ക് ആദ്യം തിരിയേണ്ടതെന്ന് തീരുമാനമെടുത്തു. ഇടതുവശത്തേക്കുള്ള വഴിയെ നടന്നു. വരാന്ത ചെന്ന് അവസാനിക്കുന്നത് നീണ്ട ഇടവഴിയിലാണ്. അതുവഴി അകത്ത് കടന്ന് വീണ്ടും ഒരു തളത്തിലേക്ക് പ്രവേശിച്ചു. തളത്തിലെ 4 വശവും വലിയ വാതിലുകളുള്ള മുറികളും അതിൻ്റെ എല്ലാം മുന്നിലൂടെ വരാന്തയും ഉണ്ടായിരുന്നു. പുറത്തുനിന്നും വെളിച്ചം കിട്ടാൻ സൗകര്യങ്ങൾ കുറവായതിനാൽ അകത്തെ ദൃശ്യങ്ങൾ പൂർണ്ണ രൂപത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇടതുവശം മുതൽ ഓരോ മുറികളും തുറന്നു നോക്കാൻ തീരുമാനിച്ചു. എല്ലാ വാതിലും അടച്ച നിലയിൽ തന്നെയായിരുന്നു. ആദ്യത്തെ മുറിയുടെ കതക് തള്ളിയ ഉടൻ തന്നെ അത് തുറന്നു വന്നു. അത് പൂട്ടിയിരുന്നില്ല. അടുത്ത കാലത്തൊന്നും ആരും ഈ അറയിൽ കയറിയിട്ടില്ലെന്ന് നിറയെ പൊടിയും മാറാലയും പിടിച്ചു കിടക്കുന്നതിനാൽ മനസ്സിലായി. വളരെ വിചിത്രമായി തോന്നിയത് ഇവിടുത്തെ വാതിലായിരുന്നു. കാവ്യഭംഗിയോടെ ചിത്രപ്പണികൾ ചെയ്ത ആ കതകുകൾ ഏറെ ചേതോഹാരമായിരുന്നു. അടുത്ത 2 മുറികളും പൂട്ടിയിരുന്നില്ല. തള്ളി തുറന്നു നോക്കിയെങ്കിലും ആദ്യത്തേതുപോലെ തന്നെ പൊടിയും മാറാലയും നിറഞ്ഞു കിടന്നിരുന്നു. 3 മുറികളിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരുന്നത് 4-മത്തേതായിരുന്നു. വാതിൽ തന്നെ മറ്റുള്ളവയിലും വലിപ്പമേറിയതായിരുന്നു. അതിൻ്റെ വിശേഷതകൾ നോക്കി നിൽക്കുമ്പോഴാണ് മറ്റൊരു പ്രത്യേകത ശ്രദ്ധയിൽപ്പെട്ടത്. അകത്തളത്തിൻ്റെ ഈ വശത്തുള്ള അറകളിൽ നടുവിലെത്തതാണ് ഈ വലിയ മുറി. അത് കഴിഞ്ഞാൽ 3 മുറികളുണ്ട് ഈ വശത്ത്. എല്ലാത്തിൻ്റെയും വാതിലുകൾക്ക് ഒരേ ആകൃതി തന്നെയായിരുന്നു. എങ്കിലും നടുവിലെത്തതിന് വലിപ്പം കൂടുതലുണ്ട്. ഇരുവശത്തെയും മുറിയുടെ വാതിലുകൾക്ക് 6 സമചതുരങ്ങളോടെയുള്ള പത്മതല ചിത്രങ്ങളായിരുന്നു. എങ്കിൽ നടുവിലെത്തേതിന് 8 സമചതുരങ്ങളുള്ള ചിത്രപ്പണികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കൗതുകത്തിൽ നിറഞ്ഞു നിന്ന സംശയം എന്ന നിലയിലാണ് അകത്തളത്തിൻ്റെ മറ്റു 3 വശങ്ങളും ശ്രദ്ധിച്ചത്. എന്നാൽ കൗതുകം യാഥാർത്ഥ്യമായിരുന്നു. എല്ലാ വശവും ഒരുപോലെ തന്നെയായിരുന്നു. നടുക്കുള്ള വലിയ മുറിക്ക് ഇരുവശവും 3 ചെറിയ മുറികൾ വീതം. എല്ലാ വാതിലുകൾക്കും ഒരേ തരത്തിലുള്ള ചിത്രപ്പണികൾ. തളത്തിന് ചുറ്റും നടന്നു. നടുവിലെത്തിയതിൻ്റെ വാതിലുകൾ ഒഴികെ മറ്റെല്ലാ മുറികളുടെയും വാതിലുകൾ പൂട്ടിയിരുന്നില്ല. മാത്രമല്ല അവയെല്ലാം ശൂന്യവുമായിരുന്നു. നിറയെ പൊടിയും മാറാലയും മാത്രം. പഴമയുടെ കുറേ ഗന്ധമല്ലാതെ മറ്റൊന്നും ഇതിൽ അനുഭവപ്പെട്ടില്ല. വീണ്ടും പഴയ സ്ഥാനത്ത് തന്നെ തിരിച്ചു വന്ന് അടഞ്ഞുകിടന്ന 4-മത്തെ മുറിയുടെ മുന്നിലെത്തി കൈവശമുണ്ടായിരുന്ന താക്കോൽ കൂട്ടത്തിൽ നിന്നും ഒന്നെടുത്ത് പഴുതിൽ കടത്തി തിരിച്ചു നോക്കി. പക്ഷെ തുറന്നില്ല. വീണ്ടും 4 താക്കോലുകൾ കൂടി ഉപയോഗിച്ച് നോക്കി. ഫലമുണ്ടായില്ല. 5-മതായി മറ്റൊരു താക്കോൽ പഴുതിലൂടെ കടത്തി ഒന്ന് ശ്രമിച്ചു. ഏറെ ശ്രമത്തിന് ഫലമായി താക്കോൽ തിരിയുന്നതിൻ്റെ സൂചകമായി ഒരു മണിമുഴക്കം കേട്ടു. താക്കോൽ 3 ആവർത്തി തിരിച്ചു. ഓരോ പ്രാവശ്യവും മണിമുഴക്കം കേട്ടു. എന്നാൽ 4-മത്തെ താക്കോൽ തിരിഞ്ഞില്ല. കാലങ്ങളായി അടഞ്ഞു കിടക്കുന്നതിനാൽ നന്നായി അകത്തേക്ക് തള്ളേണ്ടി വന്നു തുറന്നു കിട്ടാൻ. മുള കീറുന്നത് പോലെയുള്ള ശബ്ദത്തോടെ വാതിൽ തുറന്നു. പഴകിയ മണവും പൊടിപടലവും ശക്തമായി മൂക്കിലേക്ക് അടിച്ചു കയറിയപ്പോൾ അസഹ്യത തോന്നി. വാതിൽ പൂർണ്ണമായും തുറന്നിട്ട് രൂക്ഷഗന്ധത്തിൻ്റെ തീവ്രത കുറയാൻ ഏറെ സമയമെടുത്തു. ഉള്ളിലെ അന്ധകാരം അലിഞ്ഞു തീരുന്നതിനോടൊപ്പം കൊമ്പ് പോലുള്ള എന്തോ ഒന്ന് ദൃശ്യമാകുന്നുണ്ടായിരുന്നു. വളരെ ശ്രദ്ധയോടെ അകത്തേക്ക് കടന്നു. പ്രകാശം കുറവായിരുന്നു. പക്ഷെ സാധനങ്ങളെല്ലാം വ്യക്തമായി കാണാൻ ആ വെളിച്ചം മതിയായിരുന്നു. അടുത്തെത്തിയപ്പോഴാണ് സാക്ഷാൽ കൊമ്പ് തന്നെയായിരുന്നു കണ്ടതെന്ന് മനസ്സിലായത്. 2 കലമാൻ കൊമ്പുകൾ. നല്ല ആകൃതിയിലുള്ള അത് ഒരു മേശമേൽ ഉറപ്പിച്ച നിലയിലായിരുന്നു. അതിൻ്റെ നടുക്ക് എന്തോ ഒന്നുണ്ടായിരുന്നത് പോലെ ഒരടയാളം കണ്ടു. എന്താണെന്ന് ഊഹിക്കാൻ കഴിഞ്ഞില്ല. കൊമ്പുറപ്പിച്ചിരുന്ന മേശയും വിചിത്രമായിരുന്നു. 3 കാലുകൾ മാത്രമുള്ള മേശ കരകൗശല വിദ്യയുടെ ഉത്തമ ഉദാഹരണമായിരുന്നു. മേശയ്ക്ക് വലിപ്പുകൾ ഉണ്ടായിരുന്നില്ല. ആ മുറിയിൽ ശ്രദ്ധേയമായി പിന്നെ ഉണ്ടായിരുന്നത് 2 ഇരുമ്പ് പെട്ടികൾ മാത്രമാണ്. അത് വലിയ ആമത്താഴിട്ട് പൂട്ടിയിരിക്കുന്നു. കൈവശമുണ്ടായിരുന്ന താക്കോലുകളൊന്നും അതിന് പാകമാകാതിരുന്നതിനാൽ ആ ശ്രമം ഉപേക്ഷിച്ച്
തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോഴാണ് ചുമരിലെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചത്. പ്രാചീന കലാവിരുത് വിളിച്ചോതുന്ന പച്ചില നിറങ്ങളാൽ രചിച്ച ചിത്രങ്ങൾ ജീവസുറ്റതായി തോന്നി. മുറിയിൽ നിന്നും പുറത്തിറങ്ങി വാതിൽ ബന്ധിച്ച് താക്കോലിട്ട് പൂട്ടി ആ വശത്തെ അടുത്ത മുറികളും കരുതിയതുപോലെ തന്നെ ശൂന്യമായിരുന്നു. ഇനി അടുത്ത വശത്തുള്ള മുറികൾ കൂടി പരിശോധിക്കുന്നതിന് സമയമുണ്ടെന്ന് തോന്നിയതിനാൽ ഓരോന്നായി തുറന്നു. ആദ്യത്തെ 3 ശൂന്യമായ മുറികൾക്ക് ശേഷം 4-ാമത്തേതിൻ്റെ വാതിൽ തുറക്കാനായി താക്കോലുകൾ തിരഞ്ഞു. ആദ്യത്തെ മുറി തുറക്കാൻ ഉപയോഗിച്ച ആകൃതിയിലുള്ള താക്കോൽ തിരഞ്ഞെടുത്ത് പഴുതിൽ കടത്തി തിരിച്ചു. അത്ഭുതമായി തോന്നി. 3 പ്രാവശ്യം മണിശബ്ദത്തോടെ താക്കോൽ തിരിഞ്ഞു. വളരെ ശക്തിയിൽ അകത്തേക്ക് തള്ളിയെങ്കിലും കതക് വളരെ സാവധാനമാണ് തുറന്നത്. ഏതോ യാന്ത്രിക ശക്തികൾ തുറക്കുന്നത് പോലെ തോന്നിച്ചു. ഇതിനകം തന്നെ മനക്കുള്ളിലെ അരണ്ട വെളിച്ചവുമായി കണ്ണുകൾ താരതമ്യം പ്രാപിച്ചിരുന്നതിനാൽ മുറിക്കകത്തെ അന്ധകാരം കഠിനമായി തോന്നിയില്ല. മുറിയിൽ തളം കെട്ടി നിന്ന ദുഷിച്ച വായു ശ്വസനയോഗ്യമാവുന്നതിന് കുറച്ച് സമയം കാത്തുനിന്നിട്ട് അകത്തേക്ക് കയറി. തിളങ്ങുന്ന എന്തോ വസ്തുവാണ് ആദ്യം കണ്ണിൽപ്പെട്ടത്. അതെന്താണെന്നുള്ള അറിയാനുള്ള ആകാംക്ഷയിൽ അടുത്തേക്ക് നടന്നു. സാറേ! വളരെ ഉറക്കെ കേട്ട ശബ്ദം വേലുവിൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. അത് അവഗണിച്ച് വീണ്ടും മുന്നോട്ട് തിരിഞ്ഞു. സാറേ, വേഗം വരണേ! നാശം! ഇയാളുടെ ഒരു കാര്യം കിഴവന് ഭയമായി കാണും. വേലുവിൻ്റെ വിളി കേട്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത്. എന്തായാലും ഈ തെരച്ചിൽ ഇനി നടക്കില്ല. കിഴവൻ എന്തോ പ്രശ്നമുണ്ട്. എന്താണെന്ന് അന്വേഷിക്കണം. മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയതും അപ്രതീക്ഷിതമായി ആ വാതിൽ ശക്തിയായി അടഞ്ഞു. നടുക്കത്തോടെ വിഷ്ണുദത്തൻ തിരിഞ്ഞു നോക്കി. തൻ്റെ ഷർട്ടിൻ്റെ ഒരു ഭാഗം വാതിലിനിടയിൽ പെട്ടിരിക്കുന്നത് ഭീതിയോടെ കണ്ടു. ഷർട്ട് വലിച്ചെടുക്കുമ്പോൾ ഓർത്തു, ഒരു നിമിഷം താമസിച്ചു പോയിരുന്നെങ്കിൽ ചിലപ്പോൾ തൻ്റെ കൈ തന്നെ വാതിലിനടിയിൽ പെട്ടുപോയനെ. എങ്ങനെ ഈ കതക് ശക്തിയായി അടഞ്ഞു? ഉത്തരം കിട്ടിയില്ല. വളരെ ശ്രമപ്പെട്ടാണ് ആ വാതിൽ തുറന്നത്. ഏതോ മാന്ത്രിക വിദ്യ ഈ വാതിൽ ഉണ്ടായിരിക്കുമെന്ന് വിഷ്ണുവിന് തോന്നി. അടഞ്ഞ വാതിലിന് മുന്നിൽ ക്ഷണനേരം ചിന്തിച്ചു നിന്ന വിഷ്ണുദത്തിനെ അലോസരപ്പെടുത്തിക്കൊണ്ട് വേലുവിൻ്റെ ശബ്ദം വീണ്ടും കേട്ടു. ഏറെ ദുരൂഹതകളുടെ ഭാണ്ഡവും പേറിക്കൊണ്ടാണ് വിഷ്ണുദത്തൻ പുറത്തേക്കിറങ്ങിയത്. ഉത്തരം കിട്ടാത്ത കടങ്കഥകൾ. ചുറ്റുമതിലിന് മുന്നിൽ അക്ഷമയായി കാത്തുനിന്നിരുന്ന വേലുവിനെ കണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു, ഇതിനകത്ത് യക്ഷിയും ഭൂതമൊന്നുമില്ല വേലു, പേടിക്കാനൊന്നുമില്ല. മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും നിസ്സഹായനായി നോക്കി നിൽക്കുന്ന വേലുവിനെ കണ്ട് സഹതാപമാണ് തോന്നിയത്. ഇയാൾ ഇത്രയ്ക്ക് പാവമാണല്ലോ എന്ന് മനസ്സിലോർത്തു. ഇങ്ങനെ ലാഘവമായി വേലുവിനോട് സംസാരിച്ചെങ്കിലും തനിയെ വന്നടഞ്ഞ വാതിലിൻ്റെ ശബ്ദം മനസ്സിൽ മുഴങ്ങി നിന്നിരുന്നു. മനസ്സിലെ ചാഞ്ചല്യം മുഖത്ത് വരുത്താതെ വേലുവിനൊപ്പം മുന്നോട്ട് നടന്നു. വേലു ഭക്ഷണമൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും വേലു ആള് കൊള്ളാമെന്ന് വിഷ്ണുവിന് തോന്നി. കവല വരെ ഒന്ന് പോകണമെന്ന് വിഷ്ണു തീരുമാനിച്ചിരുന്നു. അവിടെ ഒരു വായനശാലയുള്ളത് ഇന്നലെ കണ്ടിരുന്നു. പടിപ്പുരയടച്ച് വേലുവിനോടൊപ്പം പുറത്തേക്ക് നടന്നു. കയ്യാല അവസാനിക്കുന്നിടത്ത് ഒരു ചെറിയ ശിവക്ഷേത്രമുണ്ടായിരുന്നു. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ നാട്ടുവഴിയിലെത്താം. വഴി ചെന്ന് അവസാനിക്കുന്നിടത്താണ് കവല. ശിവക്ഷേത്രത്തെ പൂർണ്ണമായും ഒരു ക്ഷേത്രമെന്ന് പറയാൻ കഴിയില്ല. കുറച്ച് കൽത്തൂണുകളും അതിന് നടുക്ക് ഒരു ശ്രീകോവിൽ തറയും അതിൽ ഒരു ശിവലിംഗവും ചേർന്നതാണ് ശിവക്ഷേത്രം. ഇതിനടുത്തുള്ള ആൽത്തറയിലെ ആലിന് നല്ല വയസ്സുണ്ടെന്ന് തോന്നി. അത്രയ്ക്ക് പടർന്നു പന്തലിച്ചു നിൽക്കുന്നു. ഒരർത്ഥത്തിൽ ഈ ശിവക്ഷേത്രത്തിൻ്റെ മേൽക്കൂര ഈ ആലാണ്. വഴിയോരത്തു നിന്നും ഏതാനും ഒതുക്കുകൾ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ. ആൽത്തറയിൽ ഒരു നെയ്വിളക്ക് മുനിഞ്ഞു കത്തിക്കു നിന്നിരുന്നു. കവലയിൽ നിന്നും ചന്തയ്ക്കടുത്ത് വലിയൊരു ശിവക്ഷേത്രമുണ്ട്. ആയതിനാൽ ഈ ക്ഷേത്രത്തോട് ആർക്കും താല്പര്യമില്ല. ചുറ്റുവട്ടത്തുള്ളവർ മാത്രം നിത്യവും ഇവിടെ വരും. ഈ ഭക്തർക്ക് വേണ്ടിയോ അതോ പരമശിവന്റെ പ്രീതിക്കായോ എന്നറിയാതെ ഒരു പ്രായം ചെന്ന പോറ്റി ദിനവും വന്ന് പൂജ കഴിച്ചു പോകുന്നു. വേലുവിനറിയാത്തതായി ഈ നാട്ടിൽ ഒരു വിശേഷവുമില്ല. എല്ലാ കാര്യത്തെയും പറ്റി അയാൾ വിശദമായി സംസാരിച്ചു. ക്ഷേത്രത്തിലേക്കുള്ള ഒതുക്കുകൾക്ക് അടുത്തെത്തിയപ്പോഴേക്കും കൊലുസിൻ്റെ കിലുക്കം കേൾപ്പിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഓടിയിറങ്ങി വന്നു. അപരിചിതനെ കണ്ടിട്ടാവണം അവളൊന്ന് പകച്ചു. ഇടതുകൈയിൽ പൂക്കുടയും നൈവേദ്യത്തട്ടവും വലതുകൈയിൽ അടച്ചുവെച്ച സിന്ദൂരച്ചപ്പും ഉണ്ടായിരുന്നു. പിടയുന്ന കരിങ്കൂവള നയനങ്ങളിൽ അമ്പരപ്പ് പ്രകടമായപ്പോൾ അവളുടെ മുഖം റോസാപ്പൂവ് പോലെ ചുവന്നു തൊടുത്തു. മുഗ്ധമായ ഒരു ലാവണ്യത്തെ തൊല്ലുനേരം നോക്കി നിൽക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഗ്രാമീണതയുടെ നേർപകുതി. ഓരം ചേർന്ന് ഒഴിഞ്ഞുമാറി ആ കുട്ടി നടന്നുപോയപ്പോൾ വേലു പറഞ്ഞു,
അശ്വതി കൊച്ചമ്മയുടെ മോള. ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കാൻ തോന്നിയെങ്കിലും ചെയ്തില്ല. കവലയിലെത്തിയപ്പോൾ വേല് പിരിഞ്ഞു. സാറ് വായനശാലയിലിരി, ഞാനിപ്പോൾ വരാം. വായനശാലയിലിരുന്ന ആർക്കും വിഷ്ണുദത്തനെ പരിചയമുണ്ടായില്ല. എന്നാലും ആരും അത് പ്രകടിപ്പിച്ചില്ല. അവരിൽ ഒരാളായി അയാളും ബെഞ്ചിലിരുന്നു. സന്ധ്യയായതോടെ വേലു വിഷ്ണുദത്തനോട് യാത്ര പറഞ്ഞിറങ്ങി. പുറപ്പെടുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പ് നൽകാൻ അയാൾ മറന്നില്ല. സാറേ, സൂക്ഷിക്കണം, വെളിയിലേക്കൊന്നും രാത്രി പോണ്ട. ഇയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാവുന്നതിനാൽ ശരിയെന്നർത്ഥത്തിൽ തലയാട്ടുക മാത്രം ചെയ്തു. രാത്രിയിലേക്കുള്ള ഭക്ഷണം മാറ്റിവെച്ച് പാത്രങ്ങളെല്ലാം കഴുകി അത്യാവശ്യത്തിന് വേണ്ട വെള്ളവും എടുത്തു വെച്ച് മുറിയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും നേരം നന്നായി ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. ടോർച്ചെടുത്ത് തെളിച്ചു നോക്കി. ഭാഗ്യം, അത് പ്രകാശിക്കുന്നുണ്ട്. വിളക്ക് കൊളുത്തി മുറിയിൽ വെച്ചിട്ട് ടോർച്ചെടുത്ത് പുറത്തിറങ്ങി എല്ലായിടത്തും ഒന്ന് ചുറ്റിക്കറങ്ങി. പടിപ്പുര വാതിലടച്ച് തിരിച്ച് കാവൽപ്പുരയിലേക്ക് വന്നു. എടുത്തു വച്ചിരുന്ന വെള്ളമെടുത്ത് കൈയും മുഖവുമെല്ലാം നന്നായി കഴുകി ഭക്ഷണം കഴിച്ച് ഉറക്കത്തിന് കാതോർത്ത് കട്ടിലിൽ വെറുതെ കിടന്നു. ടോർച്ച് തലയ്ക്കൽ തന്നെ വെച്ചു, പെട്ടെന്നെടുക്കാൻ പാകത്തിന്. തലേ രാത്രിയിലെ സംഭവങ്ങൾ മനസ്സിൽ ഓടിയെത്തിയതോടെ ആകെയൊരു അസ്വസ്ഥത തോന്നി. എല്ലാം നേരിൽ കാണുന്നത് പോലെ വ്യക്തമായി തെളിഞ്ഞു വന്നു. സാവധാനം മയക്കത്തിലേക്ക് വഴുതി. നിശീഥിയുടെ 2ാം യാമം മൂകമായി കടന്നുപോയി. അടുത്ത യാമത്തിൻ്റെ വരവറിയിച്ച് രാക്കോഴി കൂവി. നരിച്ചീരുകൾ ചിറകടിച്ചു പറന്നു. എവിടെയോ ഒരു മൂങ്ങ കരഞ്ഞു. വിഷ്ണുദത്തൻ മയക്കമുണർന്ന് ശ്രദ്ധിച്ചു. അടുത്തെവിടെയോ ഒരു നേർത്ത ശബ്ദം കടന്നു വരുന്നത് പോലെ തോന്നി. പെടുന്നനെ മുഴങ്ങിക്കേട്ട അട്ടഹാസം വിഷ്ണുദത്തനെ നടുക്കി. ശബ്ദം കേട്ട സ്ഥലം ലക്ഷ്യം വെച്ച് അയാൾ ടോർച്ചെടുത്ത് തെളിച്ചു. നാശം, അത് വീണ്ടും പണിമുടക്കി. ടോർച്ച് തെളിയുന്നില്ല. വീണ്ടും ആ ചിരി കേട്ടു. അകാരണമായൊരു ഭയം തന്നെ ഗ്രസിക്കുന്നത് പോലെ വിഷ്ണുവിന് തോന്നി. ടോർച്ചിൻ്റെ കാര്യമാണ് അയാളെ കൂടുതൽ ചകിതനാക്കിയത്. കൂടുതൽ ഒച്ചത്തിൽ കേട്ട ആ സ്ത്രൈണ ശബ്ദത്തിലുള്ള പൊട്ടിച്ചിരി വിഷ്ണുവിനെ തളർത്തി. തൻ്റെ മനസ്സ് ചഞ്ചലമാവുകയാണെന്ന് വിഷ്ണുവിന് തോന്നി. നിസ്സഹായതയുടെ ആവരണവും പേറി ശബ്ദം കേട്ട ഭാഗത്തേക്ക് ലക്ഷ്യം വെച്ച് നോക്കിയിരുന്ന വിഷ്ണുദത്തൻ ആ വെളുത്ത നിഴൽ കണ്ട് ഭയന്നു. വേപതുവോടെ കട്ടിലിരുന്ന അയാളുടെ കയ്യിൽ നിന്നും ടോർച്ച് വഴുതി താഴെ വീണു. നിമിഷങ്ങൾ കടന്നുപോയി. വിവിധ ചിന്തകൾ അയാളിലേക്ക് കുടിയേറി. ഭയത്തിൻ്റെ വേലിയേറ്റത്തിൽ കുരുങ്ങി നിന്ന വിഷ്ണുദത്തൻ കാവൽപ്പുരയുടെ ഓരോ കോണും സൂക്ഷിച്ചു പരതി. അന്ധകാരത്തിൻ്റെ കാഠിന്യത്തിലേക്ക് അയാളുടെ കണ്ണുകൾ ചൂഴ്ന്നിറങ്ങി ബഹുദൂരം സഞ്ചരിച്ചു. ലക്ഷ്യമില്ലാതെ അലയുന്ന പതികനെപ്പോലെ വിഷ്ണുവിൻ്റെ അന്വേഷണവും വിഫലമായി കൊണ്ടിരിക്കുമ്പോൾ കാവൽപ്പുരയുടെ കോണിൽ നിന്നും വീണ്ടും ആ പൊട്ടിച്ചിരി കിട്ടും. പക്ഷേ ഈ പ്രാവശ്യം ആ ചിരിക്ക് കാഠിന്യം കുറവായിരുന്നു. അപ്പോൾ 3ാം യാമത്തിൻ്റെ പകുതി കഴിഞ്ഞിരുന്നു. പണ്ട് മുത്തശ്ശി പറഞ്ഞ കഥകൾ, യക്ഷിക്കഥകൾ വിഷ്ണുവിൻ്റെ ഓർമ്മയിലെത്തി. യാമിനിക്ക് 4 ഘട്ടങ്ങളാണുള്ളത്. അതിൽ 3ാമത്തെ ഭാഗമാണ് 12 മണി മുതൽ 3 മണി വരെയുള്ള 3ാം യാമം. ഭൂമിയിലെ സർവ്വചരാചരങ്ങളും ഗാഠനിദ്രയിലായിരിക്കും ഈ യാമത്തിൻ്റെ അന്ത്യത്തിൽ. ഏറ്റവും ഉറക്കം കുറവായ ജന്തുക്കൾക്ക് പോലും ഈ യാമത്തിൽ കുറച്ചു നേരത്തേക്ക് നിദ്രയെ പുൽകും. രാത്രിയുടെ കനത്ത മൂകത. ചീവീടുകളും രാക്കിളികളും കുറച്ചു നേരത്തേക്ക് നിശബ്ദരാകും. ഗന്ധർവന്മാർ ഭൂമിയിലെ താവളങ്ങളിലേക്ക് കിന്നരികൾ മീട്ടി വന്നിറങ്ങുന്നത്. അവരുടെ ഗാനലയ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്നതിന് യക്ഷികൾ തങ്ങളുടെ വാസസ്ഥലത്തു നിന്നും ഇറങ്ങി വരുന്നതും ഈ 3ാം യാമത്തിലാണ്. ബന്ധനസ്ഥരാക്കപ്പെട്ട ദുർദേവതകൾ വെളിയിലിറങ്ങാൻ അനുവാദമുള്ളതും ഈ സമയത്താണ്. ഇപ്പോൾ താൻ കാണുന്ന രൂപവും ശബ്ദവും ഇതുപോലെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിഷ്ണുദത്തൻ സംശയിച്ചു. ഇന്നലെയും ഈ സമയത്തു തന്നെയാണ് ആ ദൃശ്യം താൻ കണ്ടത്. ഒരു സ്ത്രീ രൂപത്തെയാണ് ദർശിച്ചത്. ഇപ്പോൾ ആ നിഴൽ വീണ്ടും അപ്രത്യക്ഷമായി. എന്തായിരിക്കും ആ സ്ത്രീ രൂപത്തിൻ്റെ ഉദ്ദേശം? തന്നെ വധിക്കുകയോ ഇവിടെ നിന്നും ഒഴിവാക്കുകയോ ആയിരിക്കണം. എന്തായാലും വധിക്കുകയില്ലെന്ന് നിശ്ചയമായി. അത് ഇന്നലെ തന്നെ ആകാമായിരുന്നു. തന്നെ ഒന്ന് സ്പർശിക്കുക കൂടി ചെയ്തില്ലല്ലോ. ചിലപ്പോൾ വെറുതെ ഭയപ്പെടുത്തുന്നതായിരിക്കും. പക്ഷേ എന്തിന്? ജീവിതത്തിൽ വ്യക്തമായ യാതൊരു ലക്ഷ്യവും മുന്നിലില്ലാത്ത തന്നെ ഭയപ്പെടുത്തുകയോ വധിക്കുകയോ ചെയ്തിട്ട് ആർക്ക് എന്തു നേട്ടം? മരണത്തെ വരിക്കാൻ പൂർണ്ണ മനസ്സോടെ താൻ തയ്യാറാണ്. പിന്നെന്തിന് ഭയക്കണം? വിഷ്ണുദത്തൻ ക്ഷണനേരത്തേക്ക് പതറിപ്പോയ തൻ്റെ മനസ്സിൻ്റെ സമനില വീണ്ടെടുത്ത് മുറിക്കകമാകെ വിശദമായി പരിശോധിച്ചു. എന്തായാലും ഇതെന്താണെന്ന് കണ്ടെത്തുക തന്നെ വേണം. ഇനി ഇതറിയാതെ തനിക്ക് വിശ്രമമില്ല. ഒരു ശീൽക്കാര ശബ്ദത്തോടെ മുറിയിലാകെ കാറ്റ് വീശിയടിച്ച് കത്തിച്ചു വച്ചിരുന്ന വിളക്കണച്ചു. അന്ധകാരത്തിൻ്റെ കാറ്റിൻ്റെ പ്രവാഹം
മുറിയിലാകെ കറങ്ങി നടക്കുന്നത് വിഷ്ണു അറിഞ്ഞു. നിമിഷങ്ങൾക്കകം ആ കാറ്റിൻ്റെ ദിശ മുറിയുടെ ഒരു കോണിൽ മാത്രം കേന്ദ്രീകരിച്ചതുപോലെ തോന്നി. വിഷ്ണുവിൻ്റെ ആകാംക്ഷയെ പിടിച്ചു നിർത്തിയതുപോലെ മുറിയിലെ വിളക്ക് പ്രകാശിച്ചു. എതിർവശത്തെ ഭിത്തിയിൽ ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു. അതിന് ഒരു മനുഷ്യാകൃതിയാണ് ഉണ്ടായിരുന്നത്. കാറ്റിൽ ഇളകിയാടുന്നത് പോലെ ഒലഞ്ഞു നിന്ന ആ നിഴൽ ക്രമേണ നിശ്ചലമായി. അത് കൂടുതൽ വ്യക്തമായി തുടങ്ങിയപ്പോൾ വിഷ്ണുദത്തൻ തിരിച്ചറിഞ്ഞു. ആ രൂപം താൻ ഇന്നലെ കണ്ട സ്ത്രീരൂപം തന്നെ. വിഷ്ണുവിൻ്റെ ശരീരത്തിൽ മരവിപ്പ് അനുഭവപ്പെട്ടു. പൂർണ്ണമായി തെളിഞ്ഞ ആ സ്ത്രീരൂപം തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് അമ്പരപ്പോടെ അയാൾ കണ്ടു. ചെറിയൊരു വിറയലോടെ, എന്നാൽ അത് പ്രകടമാക്കാതെ മനസ്സ് നിയന്ത്രിച്ച് വിഷ്ണു കട്ടിലേക്കിരുന്നു. ഇരുട്ട് കുറവായതിനാൽ ആ രൂപം അയാൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. താൻ കഴിഞ്ഞ ദിവസം സ്വപ്നത്തിൽ കണ്ട സർവാഭരണ വിഭൂഷിതയായ നർത്തകിയുടെ രൂപമായിരുന്നു അതിന്. അവളുടെ മുഖത്തെ സൗഹൃദഭാവം വിഷ്ണുവിന് ധൈര്യം നൽകി. ഇന്നലെ മുതൽ മനസ്സിൽ നിറഞ്ഞു നിന്ന സംശയങ്ങളുടെ മാറാല അഴിഞ്ഞു വീഴാൻ വെമ്പൽ കൊണ്ടു. അനേകം സംശയങ്ങളിൽ ചിലതിനെങ്കിലും ഉത്തരം കണ്ടെത്തണമെന്ന് വിഷ്ണു മനസ്സിലുറച്ചു. മന്ദസ്മിതത്തോടെ ആ നർത്തകി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി അടുത്തു. മനസാന്നിധ്യം വീണ്ടെടുത്ത് വിഷ്ണു അവളുടെ നോട്ടത്തെ നേരിടാൻ തയ്യാറായി. എന്താണ് നിനക്ക് വേണ്ടത്? വളരെ കരുതലോടെ, ചാഞ്ചല്യമില്ലാതെ വിഷ്ണു ചോദിച്ചു. നമ്മുടെ സ്റ്റോറി ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗവുമായി നമ്മൾ നാളെ രാത്രി സന്ധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.